السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിലെ ഇന്ന് അൽഹംദുലില്ലാഹി എന്നതിൻ്റെ വിശദീകരണമാണ്. ഇവിടെ ഹംദ് എന്നാൽ എന്താണ്, അതിൻ്റെ നിർവചനം എന്താണ്? ഹംദ്, മദ്ഹ്, ശുക്ർ തുടങ്ങിയ വാക്കുകളൊക്കെ എന്താണ് വ്യത്യാസം? അത് വാക്കുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി എന്നതിൻ്റെ തർക്കീബ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആദ്യം തഅരീഫ് കൊണ്ട് തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹി അൽഹംദു ഹുവ സനാഉ അൽ ജമീൽ അൽ ഇഖ്തിയാരി മിൻ നിഅമത്തിൻ വ ഗൈരിഹ. അൽ ഹംദ് എന്ന് പറഞ്ഞാൽ ഹുവ സനാഉ അൽ ജമീൽ അൽ ഇഖ്തിയാരി, നല്ല കാര്യത്തെ അതിൻ്റെ പേരിൽ ഒരാളെ പ്രശംസിക്കലാണ്, നല്ലത് പറയലാണ്. സനാ എന്ന് പറഞ്ഞാൽ ദിക്റു ബിൽ ജമീൽ എന്നാണല്ലോ. അപ്പോൾ നല്ല കാര്യത്തെ അതിൻ്റെ പേരിൽ ഒരാളെ പ്രശംസിക്കുക, അതിനാണ് ഹംദ് എന്ന് പറയാം. പക്ഷേ ആ നല്ല കാര്യം എന്തായിരിക്കണം? അൽ ഇഖ്തിയാരി ആയിരിക്കണം. അയാൾ സ്വഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ ചെയ്ത ഒരു പ്രവർത്തനത്തെ അതിൻ്റെ പേരിൽ പ്രശംസിക്കുമ്പോഴാണ് അയാൾ അതിന് ഹംദ് എന്ന് പറയാം. അത് നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഇൻആം ഔ ഗൈരിഹ, മറ്റൊരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ചെയ്തു കൊടുത്തു, അതല്ലെങ്കിൽ വേറെ വല്ല നല്ല കാര്യങ്ങളും ചെയ്തു. ആ നല്ല കാര്യത്തെ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത നല്ല കാര്യത്തിൻ്റെ പേരിൽ അയാളെ പ്രശംസിക്കുന്നതിനാണ്, നല്ലത് പറയുന്നതിനാണ് ഹംദ് എന്ന് പറയാം. അപ്പോൾ സനാ എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലായി, സനാ എന്ന് പറഞ്ഞാൽ ദിക്ർ ജമീലാണ്. അപ്പോൾ ദിക്ർ ലിസാന് കൊണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹംദിൻ്റെ മൗരിദ് ലിസാനാണ്. അപ്പോൾ ഹംദ് എന്ന പ്രവൃത്തി മനുഷ്യൻ്റെ ലിസാന് കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ് എന്ന് സനാ എന്ന പദപ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി. മദ്ഹ് എന്ന് പറഞ്ഞാലോ ഹുവ സനാഉ അൽ ജമീൽ മുത്ലഖൻ, അതും സനാ അൽ ജമീലാണ്, നല്ല കാര്യത്തിൻ്റെ പേരിൽ പുകഴ്ത്തലാണ്. മുത്ലഖൻ, അവിടെ ഇഖ്തിയാരി ആവട്ടെ ഇഖ്തിയാരി അല്ലാതെ ആവട്ടെ. അപ്പോൾ ഹംദിനേക്കാൾ ഒന്നും കൂടിയും ആമാണ് സനാ. കാരണം ഇവിടെ മുത്ലഖനാണ്. ഇഖ്തിയാരിയോ ഇഖ്തിയാരി അല്ലാത്തതോ ആയ നല്ല കാര്യത്തിൻ്റെ മേലിൽ ഒരാളെ പുകഴ്ത്തുന്നതിനാണ് മദ്ഹ് എന്ന് പറയാം. അപ്പോൾ ഒരാൾ നല്ല അധ്വാനിച്ച് നല്ല പ്രാസംഗികനായി അയാളെ നമ്മൾ പുകഴ്ത്തും, അതിന് ഹംദ് എന്ന് പറയാം, അതിന് മദ്ഹ് എന്നും പറയാം. അതേസമയത്ത് ഒരാൾ നല്ല ഗ്ലാമറാണ്, അത് അയാൾ ഇഖ്തിയാരിയായി ഉണ്ടാക്കിയെടുത്തതല്ല, നല്ല ഗുണമല്ല. അതേസമയത്ത് അയാൾക്ക് ഇൻബോണായിട്ട് അയാൾ ലഭിച്ച ഗുണമാണ്. അപ്പോൾ അയാളെ ഒരിക്കലും നമ്മൾ ഹംദ് ചെയ്തു എന്ന് പറയില്ല, പിന്നെ അയാളെ മദ്ഹ് ചെയ്യുക എന്നേ പറയൂ. അപ്പോൾ അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അതടിസ്ഥാനത്തിൽ മദ്ഹ് ഹംദിനേക്കാൾ ആമാണ്. കാരണം കുല്ലു ഹംദിൻ മദ്ഹുൻ വലൈസ കുല്ലു മദ്ഹിൻ ബി ഹംദിൻ, എല്ലാ ഹംദും മദ്ഹാണ്, എല്ലാ ഹംദും മദ്ഹാണ്. അതേസമയത്ത് എല്ലാ മദ്ഹും ഹംദായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. കാരണം ഒന്ന് മുത്ലഖനാണ്, ഒന്ന് ഇഖ്തിയാരിയായ വിശേഷണങ്ങളാണ്. തഖൂൽ ഹമിത്തു സയ്യിദൻ അലാ ഇൽമിഹി വ കറമി. സയ്യിദിനെ ഞാൻ പ്രശംസിച്ചു, അലാ ഇൽമിഹി വ കറമിഹി, അവൻ്റെ ഇൽമിലും കറമിലും അതിൻ്റെ പേരിൽ ഞാൻ അവനെ പ്രശംസിച്ചു. അത് അവൻ ഇഖ്തിയാരിയായി നേടിയെടുത്ത ഗുണങ്ങളാണ്. എന്ന വലാ തഖൂലു ഹമിത്തുഹു അലാ ഹുസ്നി ബൽ മദഹ്തുഹു. ഹമിത്തുഹു അലാ ഹുസ്നിഹി, അവൻ്റെ ഹുസ്ന്, അവൻ്റെ ഭംഗി കണ്ട് ഞാൻ അവനെ പുകഴ്ത്തി പ്രശംസിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഹമിദ എന്ന പദപ്രയോഗം ഒരിക്കലും സ്യൂട്ടാവില്ല. ബൽ മദഹ്തുഹു, അവിടെ മദഹ്തുഹു എന്നാണ് പറയേണ്ടത്. കാരണം മദ്ഹാണ് ഇഖ്തിയാരിയും അല്ലാത്ത വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഹുസ്ന് ഇഖ്തിയാരിയായ വിശേഷണമല്ല,
അതുകൊണ്ട് അതിന് മദഹ്തുഹു എന്നാണ് പദപ്രയോഗം നടത്തേണ്ടത്. ഇപ്പോൾ ഹംദ് മദ്ഹ് അതിന് തമ്മിലുള്ള ബന്ധവും മനസ്സിലായി. പിന്നെ അതുപോലെ രണ്ടിൻ്റെയും താരീഫും നമ്മൾ മനസ്സിലാക്കി. വക്കീല ഹുമാ ഇഖ്വാനി, വേറെ ഒരു കീല പ്രകാരം ഇത് ആമ് ഖാസ് ബന്ധമല്ല, അതേ സമയത്ത് മുത്തറാദിഫാണ്. അപ്പോൾ ഹംദിൻ്റെ എന്തൊക്കെ അർത്ഥമുണ്ടോ അതൊക്കെ മദ്ഹിനുണ്ട്. മദ്ഹ് എവിടെയൊക്കെ പ്രയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഹംദ് പ്രയോഗിക്കുക. ഭാഷാപരമായി ഒരു വ്യത്യാസവും ഇല്ല. മുത്തറാദിഫായ മുത്തലാസിമാനിയായ രണ്ട് വാക്കുകളാണ് എന്ന ഒരു കീലുണ്ട്. ഇനി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ളത്, അപ്പോൾ ഹംദും മദ്ഹും ലിസാന് കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനമാണ്. ഹംദിനേക്കാൾ ആമായത് മദ്ഹാണ്. രണ്ടിൻ്റെയും താരീഫ്. ഇനി ശുക്ർ, എന്താണ് ശുക്ർ? നന്ദി ചെയ്യുക അല്ലേ? ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി ചെയ്യുക. അപ്പോൾ ഹംദ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക, മദ്ഹ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക, ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി ചെയ്യുക. അപ്പോൾ ആ വാക്കിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഹംദ് എന്ന് പറഞ്ഞാൽ ലിസാന് കൊണ്ടാണ്, മദ്ഹ് എന്ന് പറഞ്ഞാൽ ലിസാന് കൊണ്ടാണ്. പക്ഷെ ശുക്ർ എന്ന് പറഞ്ഞാൽ ലിസാന് കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ്റെ നാവ് കൊണ്ട്, മനുഷ്യൻ്റെ ഹൃദയം കൊണ്ട്, ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് എല്ലാം ശുക്ർ ചെയ്യാം. ശുക്ർ വശുക്ർ മുഖാബലത്തുൻ നിഅമതി ഖൗലൻ വ അമലൻ വ ഇഅ്തിഖാദൻ. എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ മുഖാബലയിൽ അതിനൊരു പ്രത്യുപകാരം എന്ന രീതിയിൽ തിരിച്ച് അങ്ങോട്ട് ചെയ്യുന്ന തഅലീമാണ് വാസ്തവത്തിൽ ശുക്ർ. ആ തിരിച്ചു ചെയ്യുന്ന പ്രവർത്തനം ഖൗലൻ, അത് ലിസാന് കൊണ്ടാവട്ടെ, വ അമലൻ അതല്ലെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ടാവട്ടെ, വ ഇഅ്തിഖാദൻ മനുഷ്യൻ്റെ മനസ്സ് കൊണ്ടാവട്ടെ. അപ്പോൾ ഖൽബ് കൊണ്ടോ ലിസാന് കൊണ്ടോ ബാക്കിയുള്ള ജവാരിഹുകൾ കൊണ്ടോ തിരിച്ച് മനുഷ്യന് ലഭിച്ച ഒരു അനുഗ്രഹത്തിന് പകരമായി അതിൻ്റെ മുഖാബലയിൽ അങ്ങോട്ട് നൽകുന്ന പിന്നെ തഅലീം പ്രവർത്തനം, അതിനാണ് വാസ്തവത്തിൽ ശുക്ർ എന്ന് പറയാം. അപ്പോൾ ശുക്രിൻ്റെ മൗലിദിൽ 3 കാര്യം പരിഗണിച്ചു. ലിസാന് പരിഗണിച്ചു, ഖൽബ് പരിഗണിച്ചു, ബാക്കിയുള്ള ജവാരിഹുകൾ പരിഗണിച്ചു. ഈ 3ഉം ശുക്റാണ് എന്ന് തെളിയിക്കാൻ ഭാഷാപരമായി ഒരു കവിതയുടെ ഷഹാദത്ത്, അഫാദത്തുകുമുൻ നിഅമാഉ മിന്നി സലാസതൻ യദി വലിസാനി വല്ലമീറൽ മുഹജ്ജബ. അഫാദത്തുക്കും അൻ നിഅമാഉ മിന്നി സലാസതൻ, നിങ്ങൾ എനിക്ക് നൽകിയ അനുഗ്രഹം കാരണം 3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ തിരിച്ച് ശുക്ർ ചെയ്യൽ എനിക്ക് ബാധ്യതയായിരിക്കുന്നു. യദി, ഒന്ന് എൻ്റെ കൈ, വലിസാനി എൻ്റെ നാവ്, വല്ലമീറൽ മുഹജ്ജബ മുസ്തത്തിറായ എൻ്റെ മനസ്സ്, ഖൽബ്. യദീന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ജവാരികൾ നടത്തും. അപ്പോൾ ലിസാനു ലമീർ യദ്, ബാക്കിയുള്ള ജവാരികൾ, ഇത് 3 കൊണ്ടും ശുക്ർ സാദിഖാവും. അപ്പോൾ ഹംദ്, മദ്ഹ്, ശുക്ർ ഇത് 3ൻ്റെയും താരീഫ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാണ് ഫഹുവ അഅമ്മു മിൻഹുമാ മിൻ വജ്ഹിൻ വ അഖസ്സു മിൻ വജ്ഹിൻ ആഖർ, മിൻ ആഖർ മിൻ വജ്ഹിൻ ആഖർ. അപ്പോൾ ഹംദിനേക്കാൾ അഅമ്മായത് മദ്ഹാണെന്ന് പറഞ്ഞിരുന്നു, മദ്ഹിനേക്കാൾ അഖസ്സായതാണ് ഹംദ്. ഇനി ശുക്ർ കൂടെ പറയുമ്പോഴോ ഫഹുവ അഅമ്മു മിൻഹുമാ, ശുക്ർ ഹംദിനേക്കാളും മദ്ഹിനേക്കാളും അഅമ്മാണ്. എങ്ങനെ? മിൻ വജ്ഹിൻ, ഒരു വജ്ഹ് പ്രകാരം മിൻ വജ്ഹാണ്. അതെങ്ങനെ? മൗലിദ് പരിഗണിക്കുമ്പോൾ. കാരണം മദ്ഹ് ലിസാന് കൊണ്ട് മാത്രമേ ഉണ്ടാവൂ, ഹംദ് ലിസാന് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ശുക്ർ അങ്ങനെയല്ല, ലിസാന് കൊണ്ടും ഖൽബ് കൊണ്ടും ജവാരിഹ് കൊണ്ടും ശുക്ർ ഉണ്ടാവും. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ ശുക്ർ മറ്റ് 2 വിശേഷണങ്ങൾ മദ്ഹിനേക്കാളും ഹംദിനേക്കാളും അഅമ്മാണ്, തർക്കല്ല. എന്നാൽ അഖസ്സു മിൻ ആഖർ എന്ന മറ്റൊരു വജ്ഹിലൂടെ അത് അഖസ്സാണ്. ഏതിനേക്കാൾ? ഹംദിനേക്കാളും മദ്ഹിനേക്കാളും. എന്തുകൊണ്ട്? കാരണം ശുക്ർ ഇങ്ങോട്ട് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ മുഖാബലയിൽ വരുന്ന പ്രവർത്തനം മാത്രമേ ശുക്രാവുള്ളൂ. വെറുതെ ഒരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നതോ ഒരാളെ പ്രശംസിക്കുന്നതോ അതൊന്നും ഒരിക്കലും എന്താകൂല, ശുക്രാകൂല. ഇങ്ങോട്ട് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ മുഖാബലയിൽ അങ്ങോട്ട് നൽകുന്ന, തിരിച്ചു നൽകുന്നതിനാണ് ശുക്ർ എന്ന് പറയാം. അപ്പോൾ അത് നോക്കുമ്പോൾ ശുക്ർ ഹംദിനേക്കാളും മദ്ഹിനേക്കാളും അഖസ്സാണ്. കാരണം
ഹംദും മദ്ഹും വെറുതെ ഒരാൾ പ്രശംസിക്കാനും ഉപയോഗിക്കുന്ന വാക്കുകളാണ്, അല്ലാതെയും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ തമ്മിലുള്ള ബന്ധം ഉമൂമു ഖുസൂസ് മിൻവജ്ഹാണ്. കാരണം മിൻവജ്ഹിലൂടെ ആമാണ്, മിൻവജ്ഹിലൂടെ അഹസ്സുമാണ് ശുക്ർ എന്ന വാക്ക്. അപ്പോൾ ആ വിഷയം 3 വാക്ക്, അതിൻ്റെ താരീഫാത്തുകൾ, അത് രണ്ടും തമ്മിലുള്ള ബന്ധം ഇത്രയാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി അടുത്ത ഒരു ചോദ്യം, അഥവാ ഹദീസിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ ഈ വിഷയ സംബന്ധമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീസ്? അൽഹംദു റഅ്സു ശുക്രി, ഹംദാണ് റഅ്സു ശുക്രി, ശുക്രിൻ്റെ റഅ്സ്, അതിൻ്റെ ഹെഡ് ഹംദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, മാ ശക്കറല്ലാഹ അബ്ദുൻ ലം യഹ്മദുഹു, അള്ളാഹുവിന് ഒരു അടിമയും നന്ദി ചെയ്തിട്ടില്ല, ലം യഹ്മദുഹു, അവനെ പ്രശംസിക്കാത്ത ഒരടിമയും. അപ്പോൾ അള്ളാഹനെ ഹംദ് ചെയ്യാത്തവൻ ശുക്ർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഹംദ് ഇല്ലാത്തത് കൊണ്ട് ശുക്ർ ഇല്ല എന്നാണല്ലോ വന്നത്. അതേ സമയത്ത് ശുക്ർ അഅമ്മാണല്ലോ, മിൻവജ്ഹ് അഅമ്മാണല്ലോ, ഹംദ് മിൻവജ്ഹ് അഹസ്സു ആണല്ലോ. അപ്പം മിൻവജ്ഹ് അഹസ്സായ ഹംദ് ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് മിൻവജ്ഹ് അഅമ്മായ ശുക്ർ ഇല്ലാതായി തീരുന്നത് എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. അതുപോലെ തന്നെയാണ് അൽഹംദു റഅ്സു ശുക്രി എന്നോടത്തും. അപ്പോൾ ഈ അൽഹംദു റഅ്സു ശുക്രി എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലേക്ക് തബാദുറായി വരുന്ന അർത്ഥം അഅമ്മ്, ഹംദ് ശുക്രിനേക്കാൾ അഅമ്മോ അല്ലെങ്കിൽ രണ്ടും മുത്തസാവിയാണ് ആണ് എന്ന മാനയാണ്. അൽഹംദു റഅ്സു ശുക്രി, ശുക്രിൻ്റെ റഅ്സ് ഹംദാണ് എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ ഹംദ് ശുക്രിനേക്കാൾ മുകളിലാണ്, അല്ലെങ്കിൽ ഹംദും ശുക്രും ഒരുപോലെയാണ് എന്ന തബാദുറാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ അതുപോലെ മാ ശക്കറല്ലാഹ അബ്ദുൻ ലാ യഹ്മദുഹു, അള്ളാഹുവിന് പ്രശംസിക്കാത്ത ഹംദ് ചെയ്യാത്ത ഒരടിമയും ശുക്ർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഹംദ് ഇല്ലാതെ ശുക്ർ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഹംദാണല്ലോ ആമായിട്ട് നിൽക്കുന്നത് ഇവിടെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല, ഹംദിനേക്കാൾ ആം ശുക്റാണല്ലോ. അപ്പോൾ മിൻവജ്ഹ് ആമായ, മിൻവജ്ഹ് അഹസ്സായ ഹംദ്, ആ ഹംദ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ എങ്ങനെ ആമായ ശുക്ർ ഇല്ലാതായി തീരുന്നത് എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പോൾ അതിന് മറുപടിയാണ് മുസന്നിഫ് പറയുന്നത്, ലമ്മാ കാനൽ ഹംദു മിൻ ശുഅബി ശുക്രി, അതുപോലെ അതുമാത്രമല്ല പിന്നെ ഹംദ് വലമ്മാ കാനൽ ഹംദു മിൻ ശുഅബി ശുക്രി അഷ്യാ ലിന്നിഅമി വഅദല്ല അലാ മക്കാനിഹ ലിഖഫാഇൽ ഇഅ്തിഖാദി വമാ ഫി ഇദ്ആബിൽ ജവാരിഹി മിനൽ ഇഹ്തിമാൽ ജുഇല റഅ്സ ശുക്രി വൽ ഉംദത ഫീഹി. വലമ്മാ കാനൽ ഹംദു മിൻ ശുഅബി ശുക്രി, ഹംദ് ശുക്രിൻ്റെ അക്സാമുകളിൽപ്പെട്ട ഒന്നായ ഹംദ്, അഷ്യാ ലിന്നിഅമി, ഈ വഅദല്ല അലാ മക്കാനിഹ, നിഅ്മത്തുകൾ, അനുഗ്രഹങ്ങൾ, അതിനെ കൂടുതൽ പ്രകടമാക്കുന്നതും വെളിവാക്കുന്നതും അതുപോലെ അത് സാബിത്താണ് എന്നതിൻ്റെ മേൽ ദലാലത്ത് ചെയ്യുന്നതും ഹംദായതുകൊണ്ട്. അഷ്യ കാനൻ്റെ ഖബർ അഷ്യ. അപ്പോൾ ശുക്രിൻ്റെ ശുഅബുകളിൽപ്പെട്ട, ശുക്രിൻ്റെ ഇനത്തിൽപ്പെട്ട ഹംദ്, ആ ഹംദ് നിഅ്മത്തിനെ കൂടുതൽ അറിയിക്കുന്നത് ഏതിനേക്കാൾ? മദ്ഹിനേക്കാളും പിന്നെ അതുപോലെ ശുക്രിനേക്കാളും കൂടുതൽ നിഅ്മത്തിനെ പ്രകടമാക്കുന്നതും അതുപോലെ ആ നിഅ്മത്ത് സാബിത്താണ്, അതല്ല അലാ മക്കാനിഹ, അത് സാബിത്താണ് എന്നതിൻ്റെ മേൽ തഹ്ഖീഖാണ്, തഹഖുഖാണ്, സാബിത്താണ് എന്നതിൻ്റെ മേൽ ദലാലത്ത് ചെയ്യുന്നതും കൂടുതൽ അത് ഹംദായതുകൊണ്ട്. അതെന്താ എങ്ങനെ ഹംദായത്? കാരണം പിന്നെ ശുക്ർ ലി ഖഫാഇൽ ഇഅ്തിഖാദി, ശുക്ർ ഖൽബ് കൊണ്ട് ഉണ്ടായിത്തീരുമല്ലോ. പക്ഷേ ഖൽബ് കൊണ്ട് ഉണ്ടായിത്തീരുന്ന ആ പ്രവർത്തനം ഒരു പക്ഷേ പിന്നെ ഖഫാ ആയി പോകാം. അത് മുൻഇമായ അനുഗ്രഹം ചെയ്ത ആൾ മനസ്സിലായിക്കൊള്ളുന്നില്ല.
ഒമാഫി ഇദ്ആബിൽ ജവാരിഹി മിനൽ ഇഹ്തിമാൽ, പിന്നെ ശുക്ർ ഉണ്ടാവൽ മനുഷ്യൻ്റെ ലിസാനല്ലാത്ത ബാക്കിയുള്ള പിന്നെ കാര്യങ്ങൾ അവയവങ്ങൾ കൊണ്ടാണല്ലോ. അപ്പോൾ ഒമാഫി ഇദ്ആബിൽ ദഅബ എന്ന് പറഞ്ഞാൽ തഈബ എന്നുള്ള മാനാണ് കേട്ടോ. തഈബ അത്അബ അത് അബ അതിൻ്റെ മസ്തർ ഇദ്ആബ്. ഒമാഫി ഇദ്ആബിൽ ജവാരിഹി മിനൽ ഇഹ്തിമാൽ, മനുഷ്യന് അവയവങ്ങൾ കൊണ്ട് ശുക്ർ ചെയ്യുകയാണെങ്കിൽ അതിന് വേറെയും ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ഒരു പണക്കാരന് കുറച്ച് പൈസ ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ ആ നൽകിയ ക്യാഷിൻ്റെ നിഅമത്തിൻ്റെ പ്രത്യുപകാരം എന്നോണം അയാൾ ഈ മുതലാളിൻ്റെ ഡ്രൈവറായിട്ട് സേവനം ചെയ്യുകയാണ്. അപ്പോൾ ആ ഡ്രൈവറായി സേവനം ചെയ്യുന്ന ജവാരിഹ് കൊണ്ടുള്ളതാണ് അവിടെ ശുക്ർ. ആ ശുക്രിന് ഒരുപാട് ഇഹ്തിമാലുണ്ട്. കാരണം അയാൾക്ക് ഡ്രൈവ് ചെയ്തിട്ട് എത്തുന്ന സ്ഥലത്ത് നിന്ന് വേറെ വല്ല ലാഭം നേടിയെടുക്കാനായിരിക്കാം ഒരു പക്ഷേ അയാളെ വണ്ടി പോകുന്നത്. അപ്പോൾ ജവാരിഹുകൾ കൊണ്ട് ശുക്ർ ചെയ്യുമ്പോൾ അവിടെ ഈ നിഅമത്തിൻ്റെ മുഖാബലയിൽ ചെയ്യുന്ന ശുക്റാണ് എന്ന് തന്നെ ആവണമെന്നില്ല, വേറെയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ കൽബ് കൊണ്ടാണെങ്കിലോ അത് പിന്നെ ഖഫിയും പിന്നെ ഒളിഞ്ഞു കിടക്കുന്നതായി പോയല്ലോ. അപ്പോൾ അനുഗ്രഹം ചെയ്ത അനുഗ്രഹദാതാവിനെ കൂടുതൽ അറിയിക്കുന്നതും ഞാൻ നിങ്ങൾ പുകഴ്ത്താണ് എന്ന രീതിയിൽ ഹമിത്തുഹു അലാ ഇൽമിഹി, ഹമിത്തുഹു അലാ കർമിഹി എന്നൊക്കെ പറഞ്ഞ് അയാളെ നേരിട്ട് നാവ് കൊണ്ട് പ്രകടമായി വെളിവാക്കി പറയുന്ന അത് ഹംദാണ് ശുക്രിനേക്കാൾ. അങ്ങനെ ആയതുകൊണ്ടാണ് ജുഇല റഅ്സ ശുക്രി, ശുക്രിൻ്റെ റഅ്സാക്കി നിശ്ചയിച്ചത്. വൽ ഉംദത ഫീഹി, ആ ശുക്രിൽ ഒരു പ്രധാനപ്പെട്ടതും ഹംദാക്കി നിശ്ചയിച്ചത് ഈ പറയപ്പെട്ട രണ്ട് ഹദീസുകളിൽ. ഫി ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം അൽഹംദു റഅ്സു ശുക്രി വമാ ശക്കറല്ലാഹ മൻ ലം യഹ്മദുഹു. അപ്പോൾ പ്രവാചകൻ്റെ ഹദീസിൽ ഹംദ് റഅ്സു ശുക്റാണ് എന്നും പിന്നെ ഹംദ് ചെയ്യാത്തവൻ ശുക്ർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഹംദിന് ശുക്രിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന രീതിയിൽ വന്നത് അത് ഇതുകൊണ്ടാണ്. കാരണം അനുഗ്രഹം ചെയ്ത ആളുകൾക്ക് അനുഗ്രഹം കൂടുതൽ വെളിവാക്കുന്നതും പ്രകടമാക്കുന്നതും അത് ശുക്രിനേക്കാൾ ഹംദാണ്. കാരണം ഹംദ് നാവ് കൊണ്ട് നേരെ വ്യക്തമായി പറയലാണ്. അപ്പോൾ പിന്നെ അവിടെ വേറെ ഇഹ്തിമാലുകളില്ല, അതുപോലെ ഖഫിയും അല്ല. എന്നാൽ ശുക്റാണെങ്കിൽ അത് ഖൽബ് കൊണ്ടും ജവാരിഹ് കൊണ്ടും ഉണ്ടാകുന്നതാണ്. ജവാരിഹാകുമ്പോൾ ആ പ്രവർത്തനം ശുക്രന്നെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ ഒരുപാട് പിന്നെ സാധ്യതകളുണ്ട്. അത് ഒരു പ്രശംസക്ക് ജാഹിന് വേണ്ടിയിട്ടോ സുമഅത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിത്തീരാം, അല്ലെങ്കിൽ സ്വന്തമായ എന്തെങ്കിലും ലാഭങ്ങൾ നേടിയെടുക്കാനാവാം. പിന്നെ അഖീദപരമായ ഖൽബിയായ ശുക്റാകുമ്പോൾ ആ ശുക്ർ മനുഷ്യന് പ്രകടമല്ലാതെ ആയി പോകുന്നു. അതുകൊണ്ടാണ് ഹംദ് ഇതിൻ്റെയൊക്കെ ഉംദയാക്കി നിശ്ചയിച്ചത്. അപ്പോൾ ആ വിഷയം കഴിഞ്ഞു. ഇനി വദ്ദമ്മു നഖീദുൽ ഹംദി, ഹംദിൻ്റെ നഖീദ് അത് ദമ്മാണ്. അപ്പോൾ പിന്നെ ഹംദ് എന്ന് പറഞ്ഞാൽ ദിക്റുൽ ജമീലാണ്. അപ്പോൾ ദമ്മ് എന്ന് പറഞ്ഞാൽ ദിക്റുൽ കബായിഹാണ്. അത്രേ ഉള്ളൂ. പിന്നെ ലിദ്ദിലൂടെയും നഖീദിലൂടെയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ വൽ കുഫ്രാൻ നഖീദു ശുക്രി, ശുക്രിൻ്റെ നഖീദ് കുഫ്രാനാണ്. അപ്പോൾ സത്രു നിഅമത്ത്, മറ്റേത് ഇൽഹാറു നിഅമത്ത്. ശുക്രാകുമ്പോൾ ഇൽഹാറു നിഅമത്താണ്, അനുഗ്രഹങ്ങളെ പ്രകടമാക്കലാണ്. എങ്ങനെ? പിന്നെ അതിനെ തഅലീം, മുൻഅമിനെ തഅലീം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തനം കൊണ്ട് അനുഗ്രഹത്തെ പ്രകടമാക്കുന്നതിനാണല്ലോ ശുക്ർ എന്ന് പറയാം. അപ്പോൾ മുൻഅമിനെ പിന്നെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ അനുഗ്രഹത്തെ മറച്ചു വെക്കലാണ് കുഫ്രാൻ. ഇനി അടുത്ത ചർച്ച അൽഹംദുലില്ലാഹി എന്നതിലെ പിന്നെ തർക്കീബാണ്. എന്താണ് ഇഅ്റാബ്, വേറെ ഖിറാഅത്തുകൾ ഏതൊക്കെയാണ്, പിന്നെ അൽഹംദു എന്നതിലെ അലിഫ്ലാം അത് ഒരുപാട് അർത്ഥത്തിന് വരാറുണ്ടല്ലോ, ഇവിടെ ഏതാണ് അർത്ഥം എന്നൊക്കെയുള്ള ചർച്ചകളാണ്. വൽഹംദു വറഫ്ഉഹു ബിൽ ഇബ്തിദായി, ഹംദ് എന്നതിൻ്റെ അൽഹംദു എന്നതിലെ റഫ്ഉ ബിൽ ഇബ്തിദായി, ഇബ്തിദാ കൊണ്ടാണ്.
അപ്പോൾ മുബ്തദ ആയതുകൊണ്ട് റഫ്, ഖബറുഹു ലില്ലാഹി, ആ അൽഹംദു എന്നതിൻ്റെ ഖബർ ലില്ലാഹി എന്നത് തന്നെയാണ്. അസ്ലുഹു അൻ നസ്ബു, എന്നാൽ ശരിക്ക് അൽഹംദു എന്നതിലെ ഹംദു എന്നത് റഫ് അല്ല, ശരിക്ക് അവിടെ അസ്ല് നസ്ബാണ്. ഫഖദ് ഖുരിഅ ബിഹി, അങ്ങനെ നസ്ബ് പ്രകാരം ഖിറാഅത്തും ഉണ്ട്. അപ്പോൾ അൽഹംദു എന്നതിലെ അൽഹംദ ഹംദൻ എന്നതാണ് ശരിക്ക് അസ്ല്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ സാധാരണ മസ്തറുകൾ പിന്നെ തഅല്ലുക്ക് ഫീലിനോട് മുതഅല്ലഖായി മനാബൻ നിയാബതൻ എന്ന രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ആ ആമിലിനെ കളയപ്പെട്ടു, അതിന് പകരം മസ്തർ വന്നു. ഹംദൻ ശുക്രൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ മഫ്ഊൽ മുത്തലഖായിട്ട്. അപ്പോൾ നസ്ബാണ് ശരിക്ക് വേണ്ടത്, ഇവിടെ റഫ് ആണ്. എന്നാൽ പിന്നെ അസ്ലു നസ്ബാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് റഫ് എന്നൊരു ചോദ്യം ബാക്കിയാണ്. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഇന്നമാ ഉദില അൻഹു ഇല റഫ്ഇ, പിന്നെ നസ്ബിൽ നിന്ന് മാറിയിട്ട് റഫിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ്? ലിയദുല്ല അല ഉമൂമുൽ ഹംദി വ സബാത്തിഹി ലഹു ദൂന തജദ്ദുദിഹി വ ഹുദൂസിഹി. ഈ നസ്ബിൽ നിന്ന് റഫിലേക്ക് മാറിയത് എന്താണ് എന്ന ചോദ്യത്തിന് ലിയദുല്ല അല ഉമൂമുൽ ഹംദി വ സബാത്തിഹി ലഹു ദൂന തജദ്ദുദിഹി വ ഹുദൂസിഹി. ഇസ്മിയായ ജുംലയും ഫീലിയായ ജുംലയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇസ്മിയായ ജുംലക്ക് ഫീലിയായ ജുംലയാകുമ്പോൾ സമാന് കൊണ്ട് ഖാസാണല്ലോ, ഏതെങ്കിലും ഒരു സമാന് കൊണ്ട് ഖാസാണ്. മസ്തറിനോ അല്ലെങ്കിൽ ഇസ്മിയായ ജുംലക്കോ അങ്ങനെ സമാനില്ല. അപ്പോൾ സമാന് വരുന്ന ഫീലുകളുടെ പ്രത്യേകതയാണ് തജദ്ദുദും ഹുദൂസും. ആ നടക്കുന്ന ഫീല് ഒന്നെങ്കിൽ തജദ്ദുദ്, അത് ആവർത്തിച്ച് തജ്ദീദ് ചെയ്ത് പറയേണ്ടി വരും. അൽഹംദുലില്ലാഹി അഹ്മദുല്ലാഹ അല്ലെങ്കിൽ നഹ്മദുല്ലാഹ, അള്ളാഹുവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നഹ്മദുല്ലാഹ, നഹ്മദും സങ്കല്പിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഖുർആൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ജമ്മിൻ്റെ സീഗ കൊണ്ടാണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന എന്നൊക്കെ. അപ്പോൾ നഹ്മദുല്ലാഹ, ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നത് ഇനി സ്തുതിക്കണമെങ്കിൽ നഹ്മദുല്ലാഹ വീണ്ടും തജ്ദീദ് ചെയ്ത് പറയണം ഫീലിയായ ജുംലയാകുമ്പോൾ. അതോടൊപ്പം അത് ഹുദൂസ് എൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഫീലിയായ ജുംല. എന്നാൽ ഇസ്മിയായ ജുംലൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. ഇസ്മിയായ ജുംല ദവാമിൻ്റെ മേൽ അറിയിക്കുമല്ലോ, അതുപോലെ സബാത്തിൻ്റെ മേൽ അറിയിക്കും. അപ്പോൾ ദവാമ് സബാത്ത് അതിൻ്റെ മേൽ അറിയിക്കുന്നത് ഇസ്മിയായ ജുംലയാണ്. അപ്പോൾ എല്ലാ സമയത്തും ഹംദ് അള്ളാഹുവിനാണ് എന്ന മാന കിട്ടും അൽഹംദുലില്ലാഹി എന്ന ഇസ്മിയായ ജുംലയിലൂടെ. നഹ്മദുല്ലാഹ എന്ന ഫീലിയായ ജുംലയാണെങ്കിലോ അവിടെ ദവാമിൻ്റെയോ സബാത്തിൻ്റെയോ, സുബൂത്തല്ല സബാത്ത്, സബാത്തിൻ്റെയോ മാന കിട്ടൂല. പിന്നെ അവിടെ കിട്ടൽ തജദ്ദുദിൻ്റെയും ഹുദൂസിൻ്റെയും മാനയാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് അസ്ല് നസ്ബിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഇബ്തിദാൻ എന്ന രീതിയിൽ റഫ് കൊണ്ട് ഖിറാത്ത്. ഇനി വഹുവ മിനൽ മസാദിർ, അൽഹംദ് ഹംദ് എന്നത് മിനൽ മസാദിറില്ലത്തി തുൻതസിബു ബി അഫ്ആലിൻ മുദ്മറ. വഹുവ മിനൽ മസാദിറില്ലത്തി തുൻതസിബു ബി അഫ്ആലിൻ മുദ്മറ. ഈ ഹംദ് എന്നത് മിനൽ മസാദിർ, അത് ചില മസ്തറുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അല്ലത്തി തുൻസബു ബി അഫ്ആലിൻ മുദ്മറ, മറക്കപ്പെട്ട ഫീലുകൾ കൊണ്ട് നസ്ബ് ചെയ്യപ്പെടുന്ന മസ്തറുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഹംദ്. സാധാരണ രീതിയിൽ അങ്ങനെയാണ് വരാറ് എന്നർത്ഥം. പിന്നെ ലാ തക്കാദ് തുസ്തഅമലു മഅഹ, ആ ഫീലുകളെ ആ മസ്തറുകളോടൊപ്പം സാധാരണ രീതിയിൽ ഉപയോഗിക്കാറേ ഇല്ല. അങ്ങനത്തെ ചില മസ്തറുകൾ കൂട്ടത്തിൽപ്പെട്ടതാണ് ഹംദ്. അപ്പോൾ പിന്നെ ഹംദൻ ശുക്രൻ അല്ലേ, ഹംദൻ ലില്ലാഹി എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ഫീൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഫീലിന് പകരം തൊട്ട മഫ്ഊൽ മുത്ലഖാണ്. ഹംദൻ ശുക്രൻ അജബൻ, അത്ഭുതം എന്ന രീതിയിലൊക്കെ പ്രയോഗം നടത്തുമ്പോൾ അജബൻ എന്നേ പറയാറുള്ളൂ. അപ്പോൾ ഫീലിന് തൊട്ട് പകരം വരുന്ന മസ്തറുകളുടെ ഗണത്തിൽപ്പെട്ടതാണ് ഹംദ് എന്ന വാക്കും. ഇനി താരിഫ് ഫിഹി, ഇനി അലിഫ്ലാം അല്ലേ, അലിഫ്ലാം പല രീതിയിൽ അലിഫ്ലാമുണ്ട്. അഹദിന് വേണ്ടി വരാറുണ്ട്, ഇസ്തിഖ്റാഖിന് വേണ്ടി വരാറുണ്ട്, പിന്നെ ജിൻസിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇവിടെ അൽഹംദു എന്നതിൽ അൽ എന്ന അലിഫ്ലാം എന്തിനുള്ളതാണ് എന്ന ചർച്ചയാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത്.
വത്താരിഫു ബിഹിൽ ജിൻസി. പിന്നെ ഇതിൽ അൽഹംദു എന്നതിലെ അൽ എന്നതിൽ ജിൻസി ജിൻസിനെ അറിയിക്കാനുള്ളതാണ്. അപ്പോൾ മാനാഹു, അപ്പോൾ ജിൻസിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അൽ ഇഷാറത്തു ഇലാ മഅരിഫു കുല്ലു അഹദിൻ അന്നൽ ഹംദ മാഹുവ. എന്താണ് ഹംദ് എന്ന് എല്ലാവർക്കും അറിയാം, അത് ഫേമസ് ആണ്, വളരെ പ്രസിദ്ധമായതാണ്. എന്താണ് ഹംദ്? ആ പ്രസിദ്ധമായ ഹംദിലേക്ക് ഒരു ഇഷാറത്ത് നൽകുക എന്നതാണ് അലിഫ്ലാം ജിൻസിനുള്ളതാണ് എന്ന് പറയുന്നത് കൊണ്ടുള്ള മാന. അപ്പോൾ അൽഹംദു ലില്ലാഹി എന്ന് പറയുമ്പോൾ അൽഹംദു എന്ന് പറഞ്ഞാൽ ജിൻസിനാണല്ലോ. അപ്പോൾ ആ ജിൻസ് അതിന് പിന്നെ ആ ജിൻസ് ഒരുപാട് ഫർദുകളുണ്ടാവും. ആ ജിൻസ് അത് അൽഹംദു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ഹംദ്. അതിലേക്കൊരു ഇഷാറത്ത് നൽകുക എന്നതാണ് അൽ എന്ന താരീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജിൻസിൻ്റെ അൽ എന്നാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വക്കീല ഒരു കീലുണ്ട് ഇസ്തിഗ്റാഖ്, അൽ എന്നത് ഇസ്തിഗ്റാഖിനുള്ളതാണ് എന്നൊരു കീലുണ്ട്. ഇതിൽ ഹംദു ഫിൽ ഹഖീഖത്തി കുല്ലുഹു ലഹു. ഇത് മാമിൻ ഖൈരിൻ ഇല്ലാ വഹുവ മൂലിഹി ബി വസ്തിൻ ഔ ഗൈരി വസ്തിൻ. ഇസ്തിഗ്റാഖിൻ്റെ അൽ ആണ് എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇതിൽ ഹംദു ഫിൽ ഹഖീഖത്തി കുല്ലുഹു ലഹു. കാരണം ഹംദ് ഫിൽ ഹഖീഖത്തി, ഹഖീഖത്തിൽ യഥാർത്ഥത്തിൽ ഞാനൊരു അനുഗ്രഹം വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിലും അത് ഹഖീഖത്തിൽ അതിന് പ്രശംസ ശരിക്കും അർഹൻ അള്ളാഹുവാണ്. കുല്ലുഹു ലഹു, എല്ലാ ഹംദും ഹഖീഖത്തിൽ അള്ളാഹുവിനുള്ളതാണ്. ഇത് മാ മിൻ ഖൈരിൻ, ഒരു നന്മയുമില്ല, ഇല്ലാ വഹുവ മൂലിഹി, ആ നന്മയെ അവനാണ് നൽകിയത്. ബി വസ്തിൻ ഔ ഗൈരി വസ്തിൻ, ഒരു പക്ഷേ ഇടനിലക്കാരുണ്ടാവാം, മീഡിയം ഉണ്ടാകാം, അത് സബബ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, മാധ്യമം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയാണെങ്കിലും ഏത് അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തിൻ്റെ ദാതാവ് അള്ളാഹുവാണ് എന്ന രീതിയിൽ എല്ലാ ഹംദിൻ്റെയും പ്രശംസ അത് അള്ളാഹുവിനുള്ളതാണ്. അപ്പോൾ ആ സർവസ്തുതിയും എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ടല്ലോ, അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ ആ സർവസ്തുതിയും അതാണ് ഇസ്തിഗ്റാഖ്. ലിമാ ഖാല അല്ലാഹു തആല, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉടമ അള്ളാഹുവാണ്, അവനാണ് എല്ലാ പ്രശംസക്കും അർഹൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹവും ഫമിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോൾ സമ്പത്ത് കൊണ്ട് ഒരാൾ ദാനം ചെയ്യുകയാണെങ്കിലും സമ്പത്ത് നൽകിയവൻ അള്ളാഹുവാണ്. നമ്മൾ സമ്പത്ത് നൽകിയ ഒരാളെ മുൻഅം സ്തുതിക്കുകയാണെങ്കിൽ, പ്രശംസിക്കുകയാണെങ്കിൽ അയാളവിടെ വാസത്തെയാണ്. വാസ്തവത്തിൽ ആ സ്തുതിക്കും അർഹൻ ആരെന്നാണ്? അള്ളാഹു തന്നെയാണ്. ഫഫീഹി ഇശ്ആറുൻ ബിഅന്നഹു തആല ഹയ്യുൻ ഖാദിറുൻ മുരീദുൻ ആലിമുൻ. ഇതിൽ അൽഹംദുലില്ലാഹി യസ്തഹിഖു ഇല്ലാ മൻ കാന ഹാദാ ശഅ്നു. അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയുന്നതിൽ അതുകൊണ്ട് വ്യക്തമാകുന്നുണ്ട് ബി അന്നഹു തആല ഹയ്യുൻ ഖാദിറുൻ മുരീദുൻ ആലിമുൻ. അള്ളാഹ് ഹയ്യാണ്, ഖാദിറാണ്, മുരീദാണ്, ആലിമാണ് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവിടെ സ്ഥിരപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ഇതിൽ ഹംദു ലാ യസ്തഹിഖു ഇല്ലാ മൻ കാന ഹാദാ ശഅ്നു. ഈ പറയപ്പെട്ട വിശേഷണങ്ങളെല്ലാം ഉള്ള ഒരാളെ വാസ്തവത്തിൽ എല്ലാ കാലത്തും എല്ലാ ഹംദിനും അർഹനായി തീരുള്ളൂ. വ്യക്തമാണല്ലോ. എല്ലാ ഹംദിനും ഉടമസ്ഥൻ അർഹൻ അവനാണ് എന്ന് പറയണമെങ്കിൽ അവൻ എല്ലാ കാലത്തും ഹയ്യായിരിക്കണം, അവന് എല്ലാം അറിയുന്നവനായിരിക്കണം, അവന് പിന്നെ എല്ലാ ഇറാദത്തുണ്ടാവണം, അതോടൊപ്പം ഖാദിറാവണം എന്ന വിശേഷണങ്ങളൊക്കെ അള്ളാഹുവിനുണ്ട് എന്ന അറിയിക്കലും അൽഹംദുലില്ലാഹി എന്ന പ്രയോഗത്തിലുണ്ട്. ഇനി ഭാഷാപരമായി ഒരു അഭിപ്രായം കൂടെ, അഥവാ അൽഹംദുലില്ലാഹി എന്നോടത്ത് വഖുരിയ അൽഹംദി ലില്ലാഹി ബിത്തിബായി ദാലി അല്ലാമ. അൽഹംദു എന്നതിൽ ദാല് ലില്ലാഹി എന്ന ലാമിനോട് ഇത്തിബായ് ചെയ്തിട്ട് അൽഹംദി എന്ന് ജറോട് കൂടെയുള്ള ഖിറാഅത്തുണ്ട്. അപ്പോൾ അൽഹംദി ലില്ലാഹി എന്ന ഖിറാഅത്തുണ്ട്. വബിൽ അക്സി,
നേരെ തിരിച്ചുണ്ട്. അപ്പം ഇങ്ങനെ ലാമ് ദാലിനോട് ഇത്തിബായ് ചെയ്തിട്ട് അൽഹംദു ലുല്ലാഹി എന്ന ഖിറാഅത്തുണ്ട്. ഒന്ന് ബിത്തിബായ് ദാലി അല്ലാമ, ദാല് ലാമിനോട് ഇത്തിബായ് ചെയ്തിട്ട്, അപ്പോൾ രണ്ടിനും കസ്ർ. പിന്നെ വബിൽ നക്സി ലാമ് ദാലിനോട് ഇത്തിബായ് ചെയ്തിട്ട്, അപ്പോൾ ഹംദിന് ലൊമ്മ്, അപ്പോൾ അൽഹംദു ലുല്ലാഹി. എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം? തൻസീലുൽ ലഹുമ, അൽഹംദു എന്ന വാക്ക് ലില്ലാഹി എന്ന വാക്ക് രണ്ടിനെയും പരിഗണിച്ചു. മിൻഹൈസു അന്നഹുമ യുസ്തഅമലാനി മഅൻ, സാധാരണ രീതിയിൽ ഈ വാക്കുകൾ ഒന്നിച്ചല്ല ഉപയോഗിക്കാറുള്ളൂ. അൽഹംദുലില്ലാഹി 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 അൽഹംദുലില്ലാഹി, അങ്ങനെ ആ വാക്ക് സാധാരണ രീതിയിൽ ഒരുമിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളായതുകൊണ്ട് മൻസിലത്തെ കെലിമത്തിൻ വാഹിദ, അതൊരൊറ്റ കെലിമത്ത് പോലെ ആയിട്ടുണ്ട്. ഒറ്റ കെലിമത്ത് പോലെ ആകുമ്പോൾ ഉപയോഗിക്കാൻ സൗകര്യം ഒന്നെങ്കിൽ രണ്ടിനും ലൊമ്മ്, അപ്പോൾ അൽഹംദുലില്ലാഹി, അല്ലെങ്കിൽ രണ്ടിനും കസ്ർ അൽഹംദി ലില്ലാഹി. അപ്പോൾ അങ്ങനെ ഒറ്റ കെലിമത്തായി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹി എന്നതിൻ്റെ നിർവചനം, അതിൻ്റെ തർക്കീബ്, ഭാഷാപരമായ അർത്ഥം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.